എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MTVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷൻ ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് കുറച്ച് നേരത്തെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സമയം 9:04 മാർക്കറ്റിലായിട്ടുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ നോക്കുന്നത് ഒരു മന്ത്ലി ക്യാറ്റിൻ്റെ ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ സിസ്റ്റം പ്രകാരം മാർക്കറ്റ് എന്നാണ് ഒരു യാത്ര തുടങ്ങിയത്? ഏപ്രിൽ മാസം, ഗുഡ് മോർണിംഗ്, കഴിഞ്ഞ ഏപ്രിൽ മാസം തുടങ്ങിയ യാത്ര ഈ ഏപ്രിലാവുമ്പോഴത്തേക്കും 2 വർഷം കൊണ്ട് മാർക്കറ്റ് ഒരു വൺ സൈഡ് മൂവ്മെൻറ്റിലാണ് പോയിക്കൊണ്ടിരുന്നത് വെച്ച്. അപ്പോൾ അതിനി അടുത്ത ക്രോസ് ഓവർ തന്നിട്ടുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ഹൈ ടൈം ഫ്രെയിം നോക്കുന്ന ഒരാളാണെങ്കിൽ ഈ സാധനം 2 വർഷം ഹോൾഡ് ചെയ്ത് ഈ സമയത്ത് ഗ്രീനിലേക്ക് കയറുമ്പോൾ ഈ ഒരു പിൻബാർ ഉണ്ട്, ആ പിൻബാറിൻ്റെ താഴെ ലോക്ക് ചെയ്ത് വെച്ച് കയ്യും കെട്ടിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ഗ്രീനിലേക്ക് കയറി തുടങ്ങിയാൽ പിന്നെ മാർക്കറ്റ് ഡൗൺ ആയിരിക്കും. ആ ഡൗൺ നോർമലി SMA ടച്ച് ചെയ്യുന്നവരെയും ഉണ്ടാവും. അതിനുശേഷം ആ SMA ബ്രേക്ക് ചെയ്താലാണ് ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുള്ളൂ. മൊത്തത്തിൽ ഒരു ലോവർ ഫ്രെയിമിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. മന്ത്ലിയിൽ താഴത്തോട്ട് ക്രോസ് ഓവർ ആയിട്ടുണ്ട് എന്ന് വെച്ചാൽ നിലവിൽ അപ്പർ സൈഡ് തന്നെയാണ്. ഇത് ഗ്രീനിലേക്ക് കയറാതെ വേറെ സോഴ്സ് ഒന്നും നമുക്കില്ല ഹയർ ടൈം ഫ്രെയിമിൽ. അപ്പോൾ വീക്കിലി നോക്കുമ്പോൾ മാർക്കറ്റ് ക്രോസ് ചെയ്ത് റെഡിലേക്ക് കയറിയാൽ മാത്രമാണ് അപ്പറായി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. പോരാത്തതിന് SMA റിജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ എഗെയിൻ പ്രീവിയസ് വീക്കിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഹയർ ലെവലിലേക്ക് പോകത്തുള്ളൂ. അല്ലെങ്കിൽ റീടെസ്റ്റിന് ശേഷം പൊതുവേ താഴത്തോട്ട് ഒരു ചെറിയ മൂവ്മെൻറ്റും കൂടെ കിട്ടാറുണ്ട്. ഒരു W പാറ്റേണൊക്കെ ആയിട്ട് ഫോം ചെയ്യുകയാണെങ്കിൽ നേരെ ഒരു തവണ കൂടെ ഏകദേശം 23,306 വന്നിട്ട് വീണ്ടും മുകളിലോട്ട് പോകും. എന്തായാലും നമുക്ക് നോക്കാം. നമ്മൾ അത്ര നോക്കുന്നില്ല, നമ്മൾ 5 മിനിറ്റിൻ്റെ നോക്കുന്ന ആളുകളാണ്. ഡെയിലി ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഒരു ക്രോസ് ഓവർ വന്നു, മേളിലോട്ട് പോയിട്ട് തിരിച്ച് ക്രോസ് ചെയ്ത് ഗ്രീനിലേക്ക് കയറാതെ മാർക്കറ്റ് താഴത്തോട്ട് വരത്തില്ല. അപ്പോൾ ഒരു സ്ഥലത്ത് SMA ടച്ച് ചെയ്തു, അടുത്ത സ്ഥലത്ത് ആ വീക്കിലി ക്യാൻഡിലിനെ ജസ്റ്റ് ഓപ്പോസിറ്റ് ട്രൈ ചെയ്താൽ നേരെ വന്ന് SMA ടച്ച് ചെയ്യണം, ക്രോസ് ചെയ്ത് SMA ടച്ച് ചെയ്യണം. അപ്പോൾ അതും 24,199 എന്നുള്ള ലെവലാണ്. ഏകദേശം ഒരു ബ്ലൂ പ്രിൻ്റ് കിട്ടും. ഇപ്പം നിൽക്കുന്നത് ഹയർ, അതായത് ബൈയിങ് സോണിലാണ് ഇപ്പം നിൽക്കുന്നത് നിലവിൽ.
ഇവിടെ നിന്ന് ക്രോസ് ഓവർ ചെയ്ത് ഗ്രീനിലേക്ക് കയറുമ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇതിനൊപ്പം തന്നെ ഡൗൺ ആവുക, അല്ലെങ്കിൽ ഇത് ഗ്രീനിലേക്ക് കയറുമ്പോൾ ഹൈ വോളിയത്തിൽ മാർക്കറ്റ്. അപ്പോൾ ഒരു അടുത്ത വീക്കിൽ മാർക്കറ്റ് എത്താനുള്ള രണ്ട് സോണാണ്. ഒന്ന് 24,990, ഒന്ന് 24,200. ഇതിലേത് ഭാഗത്തേക്കാണ് മാർക്കറ്റ് അടുത്ത ആഴ്ചയോ അതിൻ്റെ പിന്നത്തെ ആഴ്ചയോടോ കൊള്ളിച്ച് എത്തുന്നതെന്ന് നമുക്ക് നോക്കാം. മാർക്കറ്റ് നമ്മൾ നോക്കിയ പോലെ ഡേ ക്യാൻഡലിൽ ഒരു ക്രോസ് ഓവറിലാണ് നിൽക്കുന്നത്. ഈ ക്രോസ് ഓവർ താഴത്തോട്ട് പോരുവാണോ, അത് ഈ ക്രോസ് ഓവർ താഴത്തോട്ട് വരുമ്പോൾ മാർക്കറ്റ് മേളിലോട്ടാണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ക്രോസ് ഓവർ RSI നിൽക്കുന്നത്. വൺ ഡേ ക്യാൻഡിലില്ല. നമ്മൾ നേരെ അത് 15 മിനിറ്റ്സിലേക്ക് മാറ്റിയപ്പോൾ എന്താ, 15 മിനിറ്റ്സിലും ഒരു ഡബിൾ ബോട്ടം സ്ട്രോങ് 24,532 എന്നുള്ള ഒരു സ്ട്രോങ് ലെവലിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. വൺ ഡേയിലെ ക്രോസ് ഓവർ ഇൻഡിസിഷനാണ്. അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റ് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് ഇന്ന് താഴത്തോട്ടാണോ അതോ ഇവിടെ തന്നെയാണോ അതോ 24,611 എന്ന് മാത്രം നമുക്ക് ഇനി അറിയാനായിട്ടുള്ളൂ. അപ്പം അതിൽ 1 അവറിൻ്റെ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ മാർക്കറ്റ് ക്രോസ് ഓവർ താഴത്തോട്ടാണ്. 30 മിനിറ്റിൽ RSI താഴത്ത് ക്രോസ് ചെയ്ത് നിൽക്കുകയാണ്. അത് റീക്രോസ് ഓവർ ആയിട്ടില്ല. പിന്നെ സെക്കൻഡ് തിങ്, 15 മിനിറ്റ്സിൽ RSI അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് വളരെ എന്താ പറയണ്ടേ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു സോണാണിത്. ഇത്രയും ഭാഗം ഇതിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാർക്കറ്റ് 24,450 ഭാഗത്തേക്ക് മാർക്കറ്റ് ഡൗൺ ആവാം. ഒരു വ്യൂ അതാണ്. സെക്കൻഡ് നിൽക്കുന്നതിന് മുകളിലോട്ടാണ് മാർക്കറ്റ് ക്രോസ് ഓവർ ശേഷം വരുന്നതെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പോകാനായിട്ടുള്ള സോണ് 24,611. അപ്പോൾ ഇതിന് ഏത് സ്പേസ് കിട്ടിയാലും നമുക്ക് നമ്മുടെ കാര്യം ഓക്കെ ആവും. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇൻഡെക്സ് ഇന്ന് പ്ലാൻ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് അതങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ സ്ട്രൈക്ക് ഞാൻ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിക്കവാറും ഇന്ന് ന്യൂട്രൽ ഓപ്പൺ ആവാനായിട്ടാണ് ചാൻസ് ഉള്ളത്. നമ്മൾ ഓൾറെഡി നോക്കിയിട്ടില്ല, നോക്കാൻ പോകുന്നേ ഉള്ളൂ. 9 നമ്മൾ ഇത്രയും നേരം അനലൈസിങ് ആയിരുന്നു. 50 പോയിന്റിൽ താഴെ ആവാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് കാണുന്നത്. അതെ, 50 പോയിൻ്റാണ് മൈനസായിട്ട് നിൽക്കുന്നത്. 50 പോയിൻ്റ് മാർക്കറ്റ് മൈനസായിട്ട് നിൽക്കുന്നേ ഉള്ളൂ. 50 പോയിൻ്റ് ഉള്ളിലാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അപ്പോൾ 50 പോയിൻ്റ് എന്ന് പറയുമ്പോൾ 280, 93. അപ്പോൾ നമ്മൾ ഇന്നലെ സിയുടെ മൂവ്മെൻറ്റിൽ മാർക്കറ്റിൽ 24,400 അപ്പോൾ അത് ഇത്തിരി റേറ്റ് കൂടിയ സ്ട്രൈക്കായി പോകും. നമുക്ക് സ്ട്രൈക്ക് ഒന്ന് മാറ്റി പിടിക്കാം. 24,500 സി നമുക്ക് എടുക്കാം. 24,500 സി നമുക്ക് 24,500 സിയിൽ നമുക്ക് റിജക്ഷൻ സോൺസ് ഒന്ന് മാർക്ക് ചെയ്യാം. അതായത് മാർക്കറ്റ് 50 പോയിൻ്റാണ് ഗ്യാപ്പ് അപ്പ്. അപ്പോൾ 50 പോയിൻ്റ് ഗ്യാപ്പ് അപ്പിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് 246 ഭാഗത്തായിരിക്കും. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏരിയ ഏതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 239 താഴത്തോട്ട് വന്നാൽ മാത്രമാണ്, ക്യാൻഡിൽ ക്ലോസ് ചെയ്തൊരു മൂവ്മെൻറ്റ് കിട്ടിയാലാണ് ഡൗൺ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഇതിൻ്റെ ടാർഗറ്റ് ലെവൽ എന്നൊക്കെ പറയണത് ഫസ്റ്റ് ടാർഗറ്റ് 246 അവിടെയാണ് ഓൺ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം. സെക്കൻഡ് ടാർഗറ്റ് 260 പകരം 259 എന്നുള്ള ആ ഒരു ലെവലൊക്കെ ആയിരിക്കും. ഗ്യാപ്പ് ഡൗൺ ആണ്. അപ്പോൾ നമ്മൾ ഗ്യാപ്പ് ഡൗൺ ആണ്. അപ്പോൾ 215 മേജറായിട്ടുള്ള സപ്പോർട്ട് സോണ്. അവിടെ നിന്ന് താഴത്തോട്ട് പോയാലും 211 വരെയാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ലെവലുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ച് മൂവ് ചെയ്യുമ്പോൾ, ഗ്യാപ്പ് ഡൗണിൽ നിന്ന് മാർക്കറ്റ് തിരിച്ച് മൂവ് ചെയ്യുമ്പോൾ 215 മുകളിലോട്ട് വന്നാൽ 222 വിത്ത് ഗ്യാപ്പ് ഫില്ലിങ്. ആ ഗ്യാപ്പ് ഫില്ലിങ്ങിന് മുകളിലോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് അടുത്ത മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. അത് നമ്മളുടെ ടാർഗറ്റ് ആ സമയത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതേപോലെ തന്നെ പിയുടെ സ്ട്രൈക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത് 24,700 പി ആണ്. 24,700 പിയിൽ മേജറായിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലുകൾ നമ്മൾ മാർക്ക് ചെയ്യാം. അതായത് 235, 240 ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ പോകാൻ പോകുന്നത് 262 ഭാഗത്തേക്കായിരിക്കും. അവിടെ നിന്ന് മൂവ് ചെയ്താൽ 275, 287 ലെവലിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണേ. സ്റ്റിൽ
235 സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ്. അതിന് മുകളിൽ മാർക്കറ്റ് നിന്ന പിന്നെ 242, 262, 287 വരെ മാർക്കറ്റ് മൂവ് ചെയ്യാം. ഡിപ്പെൻസ് അപ്പോൺ ഈ ഒരു RSI ക്രോസ് ഓവർ ആവുന്നത് വരെ മാർക്കറ്റ് പിയിലായിരിക്കും. അപ്പോൾ ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള 225 എന്നുള്ളത് കുറേ ദിവസം സ്ട്രഗിൾ ചെയ്തൊരു ഏരിയ താഴത്തോട്ട് വന്നു, മേളിൽ പോയി 2 തവണ റീടെസ്റ്റ് അടിച്ച് നിന്നതാണ് ഇവിടെ. ആ ഒരു ഏരിയ കവറപ്പ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ താഴത്തോട്ട് വരാൻ ഒരു ഇത്തിരി പാടുപെടും. അത്ര സ്ട്രോങ് ആണ് ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താണ് മാർക്കറ്റ് മുകളിൽ നിൽക്കാൻ പോണത്. അപ്പോൾ അത് സസ്റ്റെയിൻ ചെയ്ത് 217 താഴത്തോട്ട് മാർക്കറ്റ് വീഴാൻ പാടില്ല. അല്ലാത്ത പക്ഷം നമുക്ക് മൂവ്മെൻറ്റ് മുകളിലോട്ടായിരിക്കും കിട്ടുന്നത്. കാരണം 5 മിനിറ്റിൽ RSI അപ്പർ സൈഡാണ്, പി സൈഡാണ്. 15 മിനിറ്റ്സിൽ മാത്രമാണ് ഒരു ഡൗൺ സൈഡായിട്ടുള്ളത്. അത് ഏത് നിമിഷവും ഒരു കുറച്ച് നേരം മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആയി കഴിഞ്ഞാൽ ആ ഒരു 15 മിനിറ്റ്സിൻ്റെ RSI ക്രോസ് ഓവർ ആവാനുള്ളതേ ഉള്ളൂ. അതനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. സിയിൽ 215 താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഡൗൺ ആണ്. പിന്നെ 215 മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് അപ്പർ മൂവ്മെൻ്റ് ആയി എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതാണ് നമ്മുടെ പ്ലാനിങ്. നമുക്കപ്പോൾ വെയിറ്റ് ചെയ്യാം. 235 ഹിറ്റ് ചെയ്തിട്ട് റിവേഴ്സ് ആവുകയാണെങ്കിൽ മാർക്കറ്റ് 217 തന്നെ വരും. അപ്പോൾ 215 താഴെ സി ക്യാൻഡിൽ ക്ലോസ് ആവാനും പാടില്ല. ഈ 50 പോയിന്റ് എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഇവിടെ ഒരു 20 പോയിന്റ് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ 10-15 പോയിൻ്റൊക്കെ ചിലപ്പോൾ കാണിക്കുള്ളൂ. കറക്റ്റായിട്ട് മറ്റേതിൽ കാണിക്കുന്ന പോലെ 50 പോയിൻ്റ് ആവണമെന്നൊന്നുമില്ല. ചെറിയ ചിലപ്പോൾ 215 തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടി വരും. കാരണം മാർക്കറ്റ് ഇന്നലെ എത്താനായിട്ടുള്ളൊരു ലെവല് 239 മാർക്കറ്റ് മിച്ചം ഇട്ടിട്ടുണ്ട്. 239, 240 ലെവല് മിച്ചം ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ 9:14 9 മിനിറ്റ് തന്നെ അനലൈസിൽ പോയിട്ടുണ്ട്. ഇതിപ്പോൾ പറഞ്ഞ പോലെ തന്നെ വലിയ മൂവ്മെൻ്റ് ആയിപ്പോയി. 281 പോയിൻ്റാണ്. 287 ഭാഗത്താണ് കൺസോളിഡേഷൻ സോൺ. സാധാരണ വലിയ ഗ്യാപ്പ് ഡൗൺ ഒക്കെ വരുമ്പോൾ ഇത്രയും മൂവ്മെൻറ്റ് ചെയ്യാത്തതാണ്. 287 കൺസോൾട്ടേഷൻ സോൺ എന്തായാലും ചെറിയ രീതിയിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ കുറച്ച് കൂടുതൽ നേരം കൺസോൾട്ടേഷനൊക്കെ ചെയ്തിട്ടേ മാർക്കറ്റ് 300 മേലിൽ പോയാൽ മാത്രം നമ്മൾ 310, 327 കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. മാർക്കറ്റിൽ ചെറിയൊരു എത്ര പോയിൻ്റ് ഓപ്പൺ ആയിട്ടുണ്ടോ, ഒരു SMA ടച്ച് ചെയ്ത് തന്നിട്ട് തന്നെയാണ് മാർക്കറ്റ് 80 പോയിൻ്റാണ്. 50 പോയിൻ്റേ കാണിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസം 80 പോയിൻ്റ് കാണിച്ചിട്ട് 50 പോയിൻറ്റിൻ്റെ വ്യത്യാസം പോലും ഉണ്ടായില്ല. ഇന്ന് 50 കാണിച്ചിട്ട് 80 പോയിൻറ്റിൻ്റെ വ്യത്യാസം കാണിച്ചിട്ടുണ്ട്. ഇൻഡെക്സിനേക്കാളും കൂടുതൽ സ്ട്രൈക്കിന് നല്ല വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഇത് നിലവിൽ സിയുടെ ഒരു ക്യാൻഡലിൻ്റെ ഹയർ വീക്ക് 200 ടച്ച് ചെയ്യാതെയാണ് മാർക്കറ്റ് വന്നിരിക്കണേ. അപ്പോൾ പി പോയി ക്രോസ് ഓവർ ആയതിനു ശേഷം നമ്മൾ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്താൽ മതി. $287 പക്ക കൺസോൾട്ടേഷനാണ്. പക്ഷേ 300, 310 പിയിൽ ടച്ച് ചെയ്യാനായിട്ട് മാർക്കറ്റ് മിച്ചം നിലവിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 300, 310, 310 ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 338. അടുത്ത കൺസോളിഡേഷൻ പിയുടെ സോണെന്ന് വെച്ച് കഴിഞ്ഞാൽ 325. 325 മാർക്കറ്റ് റെസിസ്റ്റ് ചെയ്യാനായിട്ട് നിലവിൽ നിൽപ്പുണ്ട്. 310 ഓൾറെഡി സ്പേസ് ഇട്ട് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് സിയിലേക്ക് ഉടനെ ഒരു കോൺസെൻട്രേഷൻ നടക്കില്ല. കാരണം പിയിൽ 325, അതേപോലെ തന്നെ 344 സ്പേസൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കൺസോൾട്ടേഷൻ ആയത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്തിട്ടേ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവത്തുള്ളൂ. 300 ബ്രേക്ക് ചെയ്താൽ 310, 325 ലെവൽ.
കാരണം 300 ബ്രേക്ക് ചെയ്യണം എന്നുള്ളൊരു കാര്യം വെച്ചതിൻ്റെ റീസൺ സിയിൽ 200ലേക്ക് ഒരു റിവേഴ്സൽ മാർക്കറ്റ് വരാനായിട്ടുണ്ട് നിലവിൽ. അപ്പം അത് ഏത് രീതിയിലാവും എന്നുള്ള കാര്യങ്ങളും കൂടെ നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഓരോ ക്യാനിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ട് പോയേക്കണ കാരണം അത് 300, 310, 325 പോയിട്ടേ താഴത്തോട്ട് വരുമോ എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ സ്റ്റിൽ ഞാൻ കണ്ണും ഒരു നേക്കഡ് ബൈ പിയിൽ ഞാനൊരു ബൈ എടുത്തിട്ടിട്ടുണ്ട് ഓൾറെഡി. 287, 325 ലെവലിലേക്ക് പോകാനായിട്ടുള്ള പോസിബിലിറ്റി. കാരണം RSI ക്രോസ് ഓവർ ആവുന്നവരെ താൽക്കാലികമായിട്ട് അതൊന്ന് വെക്കാം എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഞാനത് കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്നത്. കാരണം ആവറേജിംഗ് ഒന്നും അതിൽ ഉദ്ദേശിക്കുന്നില്ല, അത് അതിൻ്റെ വഴിക്ക് അവിടെ നടക്കട്ടെ എന്നുള്ളൊരു കണ്ടീഷനിലാണ്. കാരണം RSI ഹൈവേ സൈഡിലേക്ക് കയറാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു ബിഗ് ബുൾ ഉണ്ടായതിന് ശേഷം മാർക്കറ്റ് താഴത്തോട്ട് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ നേരെ മറിച്ച് ചില സമയത്ത് ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് പോകാറുണ്ട്. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 325, 21 പോയിൻ്റ് ഡിസിപ്ലിൻ ട്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അവിടെ നമുക്ക് ലോഡ് സൈസ് കൂട്ടലൊന്നും നടക്കുകയില്ല. കാരണം അത് മാർക്കറ്റ് സെൻറ്റിമെൻറ്റിൻ്റെ ഓപ്പോസിറ്റാണ് ചിന്തിക്കുന്നത്. കാരണം മെജോറിറ്റി ആളുകളും വിചാരിക്കുന്നത് ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ എന്തായാലും മാർക്കറ്റ് ഒന്ന് ഇടിയാനായിട്ടുള്ള ചാൻസസ് ഉണ്ടെന്നാണ് മെജോറിറ്റി ആളുകളും ചിന്തിക്കുന്നത്. അങ്ങനെ ആയിരിക്കും ചിന്തിക്കാൻ, എല്ലാ ട്രേഡേഴ്സും അങ്ങനെയാണ്. പക്ഷേ നമ്മുടെ സിസ്റ്റം പ്രകാരം ചില സമയത്ത് ഒരു ഗ്യാപ്പ് അപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഗ്യാപ്പ് അപ്പ് കണ്ടിന്യൂ ചെയ്തേ പോകുന്ന ഒരു ശൈലിയുണ്ട്. പോരാത്തതിന് 310 ലെവൽ അവിടെ മാർക്കറ്റ് സ്റ്റേ ചെയ്ത് വെച്ചിട്ടുണ്ട്, 325 എന്നുള്ളൊരു ലെവൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ. ഒറ്റ തീരുമാനം, ഒറ്റ പ്രവൃത്തി, ഡിസിഷൻ മേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ്. അവിടെ ലോസിനെ കുറിച്ചോ ഡൗൺ ആയി കഴിഞ്ഞോ അത് വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് അതിനെപ്പറ്റി ആലോചിച്ചാൽ മതി. അല്ലാത്ത പക്ഷം 325, കാരണം RSI ക്രോസ് ഓവർ ആവാനായിട്ട് ഇനിയും സമയമുണ്ട്. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 325 എക്സിറ്റ് ആവാനായിട്ടുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഓൾറെഡി 380 ആയിട്ടുണ്ട്. കറക്റ്റ് 285 കൺസോളിഡേഷൻ സോണിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പം അത് കയറിപ്പോണെങ്കിൽ 325 ഇട്ട് പോട്ടെ. ഇൻ കേസ് അത് ഡൗൺ ആവുകയാണെങ്കിൽ അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ആലോചിച്ച് വെച്ചാൽ മതി. 541, 21 പോയിൻ്റ് ഓൾറെഡി ആയിട്ടുണ്ട്. 316, 314, 325 ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ഓൾറെഡി രാവിലത്തെ പരിപാടി ഓൾറെഡി ഡണ്ണാണ്. 321 വരെ പോയിട്ടുണ്ട്. എൻ്റെ 21 പോയിൻറ്റ്സിന് മേലായപ്പോഴത്തേക്കും നമ്മൾ ഡിസിപ്ലിൻ ട്രേഡ് എത്ര മണിയായി, സമയം അധികമൊന്നും ആയിട്ടില്ല, രാവിലത്തെ തന്നെ ടാർഗറ്റ്. അപ്പോൾ അവിടെ നമ്മൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റിൻ്റെ ഓപ്പോസിറ്റാണ് ചിന്തിച്ചത്. 9:21 ആയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ടാർഗറ്റ് ഡണ്ണായിട്ടുണ്ട്. അപ്പോൾ അത് ഇനിയും പോകാനായിട്ട് സ്പേസ് ഇട്ടിരിക്കുന്നത് 327 റീച്ച് ചെയ്തിട്ടില്ല, 322.50 വരെ പോയിട്ടുള്ളൂ, 325. അപ്പോൾ അവിടെ ചാർട്ട് കാണിച്ച സാഹചര്യങ്ങളും RSI ഒരു മുകളിൽ വെച്ചിട്ട് അവിടെ നമ്മൾ നമ്മുടെ ചാർട്ടിന് മാത്രമാണ് ഫോക്കസ് ചെയ്തത്. അല്ലാതെ ഈ മാർക്കറ്റ് ഇത്രയും മൂവ് ചെയ്തതല്ലേ, അതുകൊണ്ട് ചിലപ്പോൾ താഴത്തോട്ട് വന്നാലോ എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ല നമ്മളവിടെ അപ്ലൈ ചെയ്തത്. നമ്മൾ ചാർട്ടിൽ എന്താണോ നോക്കിയത് അതാണ് ഫോക്കസ് ചെയ്ത് ടാർഗറ്റിലേക്ക് റീച്ച് ചെയ്ത്. ഓക്കെ, ഓൾമോസ്റ്റ് ടാർഗറ്റ് ഡണ്ണായിട്ടുണ്ട്. 327 മാർക്കറ്റ് ഡണ്ണായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ 287 നിന്നാണ് ഏകദേശം നമ്മൾ നോക്കിയത്. അപ്പോൾ അത്യാവശ്യം ഒരു ഡിസിപ്ലിൻ ട്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോയിൽ ആ പരിപാടി രാവിലെ തന്നെ തീർത്തു വെച്ചിട്ടുണ്ട്. ഈ ട്രെൻഡ് അങ്ങ് കണ്ടിന്യൂ ചെയ്തു പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 353 വരെയൊക്കെ സ്പേസ് ഇട്ടിട്ടുണ്ട്. ഈ RSI ക്രോസ് ഓവർ ആവാതെ സിയിൽ നമുക്ക് ഒരു പരിപാടി തീരുമാനിക്കാനായിട്ട് പറ്റത്തില്ല. അതേപോലെ തന്നെ നമ്മളുടെ ഇൻഡെക്സ് ചാർട്ടിലും ഓൾറെഡി ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അവിടെ ആലോചിക്കാനുള്ള സമയമൊന്നുമില്ല. ആക്ഷൻ എന്താണോ അത് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സോണിന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് വരാനുള്ള പോസിബിലിറ്റി 24,413 ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയൊരു സ്പേസാണ്. ഈ വക കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ ഗ്യാപ്പ് ഡൗൺ ആയി പ്രീവിയസ് ഡേക്കും താഴത്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്താൽ നമുക്ക് നേരെ താഴത്തോട്ട് ഈ ഗ്രീൻ ലൈൻ വരെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് സിംഗിൾ ക്യാൻഡിലിൽ ആ മൂവ്മെൻറ്റ് നമ്മൾ ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. 24,433 24,415 ലെവലിലാണ് കൺസോളിഡേഷൻ സോണ്. അപ്പം അതുകൊണ്ട് മാർക്കറ്റ് എവിടം വരെ പോയിട്ടുണ്ട്? 336 മാർക്കറ്റ് ഇപ്പോൾ പോയി നിൽക്കുന്നത്. എന്നുവെച്ചാൽ നമ്മൾ 334 വേണ്ട, നമുക്ക് 327 മതി എന്നുള്ള ഒരു ഡിസിഷൻ മേക്ക് ചെയ്തു. അത് കറക്റ്റായിട്ട് നമ്മൾ ക്യാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ 21 പോയിന്റിൽ ലോക്ക് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ മെജോറിറ്റി പോർഷൻ ഇവിടെ കൊടുത്തിട്ട് ബാക്കിയുള്ളത് കുറച്ച് കോസ്റ്റ് ടു കോസ്റ്റോ അല്ലെങ്കിൽ ഒരു 10 പോയിന്റോ 15 പോയിന്റോ കയറ്റി വെച്ചിട്ട് ഹോൾഡ് ചെയ്യാം. ഇനി ഇവിടെ നിന്ന് നല്ലൊരു ബ്രേക്ക് ഔട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ഒരു 352 ബ്രേക്ക് ചെയ്യണം. 352 ബ്രേക്ക് ചെയ്താൽ മാത്രമേ മാർക്കറ്റ് 375 മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉള്ളൂ. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ, അതായത് ഈ RSI മേളിൽ പോയി എപ്പോൾ ഒരു മടക്ക് സൂചന കാണിക്കുന്നോ ബാക്കിയുള്ള പോർഷൻ അങ്ങനെയും ഹോൾഡ് ചെയ്യാം. മൂന്നാമത്തെ ഓപ്ഷൻ. കാരണം ഇവിടെയൊക്കെ ഉണ്ടായിരിക്കുന്ന വോളിയം ഹൈ വോളിയമാണ്. കാരണം ഈ ഭാഗത്ത് ഇത്രയും ഭാഗത്ത്, അതായത് ഇവിടെ നിന്ന് 375 വരെ, അതായത് 340 മുതൽ 375 വരെയുള്ള സ്പേസിൽ പ്രീവിയസ് ഡേയ്സിലൊക്കെ ഉണ്ടായിരിക്കുന്ന ക്യാൻഡിൽസിൻ്റെ ലെങ്ത്ത് വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ഹയർ ലെവലിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് മേ ബി സിംഗിൾ ക്യാൻഡിലോ അല്ലെങ്കിൽ 3 ക്യാൻഡിലോ 375 വരെയും ഈ RSI ക്രോസ് ഓവർ ആണ സമയം വരെ എത്തും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്. അത് RSIയുടെ ക്രോസ് ഓവറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. കാരണം സാധനം ചിലപ്പോൾ പറന്നായിരിക്കും 375 പോണേ. പ്രീവിയസ് വാക്വം സ്പേസ് ഉണ്ട് അവിടെ. അപ്പോൾ വാക്വം സ്പേസിൽ അല്ലെങ്കിൽ NH ഇപ്പോൾ ഏറ്റവും വലിയ 6 ലൈനും എക്സ്പ്രസ് ഹൈവേ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ എക്സ്പ്രസ് ഹൈവേയിലേക്കാണ് വണ്ടി കയറിയിരിക്കണേ. അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 350 ഒന്ന് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ടായിരിക്കും 375 പോണേ. അപ്പോൾ സീഡ് ആൾക്കാർ എന്താണ്, മാർക്കറ്റ് ഇപ്പം തിരിച്ചു വരും എന്നും പറഞ്ഞുകൊണ്ട് പൊസിഷൻസ് കൂടുതൽ എടുക്കുന്നതനുസരിച്ചിട്ടായിരിക്കും PE മാർക്കറ്റ് 375 പോണേ. അപ്പോൾ നമ്മൾ അനലൈസ് ചെയ്യുന്നത് ചാർട്ടാണ്. ചാർട്ടിലെ പ്രീവിയസ് ആയിട്ടുള്ള ആ ഒരു ഏരിയാസാണ് നമ്മൾ അനലൈസ് ചെയ്യണേ. മാർക്കറ്റ് സെൻറ്റിമെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് വേണം ട്രേഡ് ചെയ്യാനായിട്ട്. മെജോറിറ്റി ആളുകൾക്കും വിചാരമുണ്ട്, ഒരുപാട് വിചാരമുണ്ട്, അയ്യോ ഇത്രയും കയറിയതല്ലേ. പിന്നെ ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ എന്താണെന്ന് അറിയാത്ത ആളുകളുണ്ട്. എന്താണ് ഗ്യാപ്പ് അപ്പ്, എന്താണ് ഗ്യാപ്പ് ഡൗൺ? ചില പ്രത്യേക സാഹചര്യങ്ങൾ ഗ്യാപ്പ് അപ്പ് വന്നു കഴിഞ്ഞാൽ അത് 100 പോയിൻ്റ് ആയിക്കോട്ടെ 200 പോയിൻ്റ് ആയിക്കോട്ടെ ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തു ചെയ്യും? ഈ പറഞ്ഞ പോലെ ചില ട്രേഡേഴ്സ് ആവറേജ് ചെയ്ത് ലോസ് കണ്ടുകൊണ്ടേയിരിക്കും. എനിവേ നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. RSI ഒരു ക്രോസ് ഓവറൊക്കെ കിട്ടട്ടെ, അതിന് ശേഷം നമുക്ക് സീനെ പറ്റി ആലോചിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു വൈറ്റ് ഡോട്ടിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഇടിച്ചു നിൽക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 350 353 വരെ ഒരു സേഫ് സോണാണ്. അതിൻ്റെ മുകളിലോട്ടൊരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ സിംഗിൾ ക്യാൻഡിലായിരിക്കും 375 മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ട് പോണേ. അതായത് ഒരു ഹിഡൻ കൺസോളിഡേഷൻ ഏരിയ ആണ് 375. പിന്നെ 375 വേരിയേഷൻസും കൺസോളിഡേഷൻ കഴിഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റ് 410 ഭാഗത്തേക്ക് പോകത്തുള്ളൂ. ഇപ്പോൾ 380 വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇൻഡെക്സ് ചാർട്ടും ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് പണി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. വളരെ വളരെ സേഫ് ആയിട്ടുള്ളൊരു സോണാണ് ഇപ്പോൾ മാർക്കറ്റ് എത്തി നിൽക്കുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു 353 എന്നുള്ള ലെവൽ നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വ്യക്തമായിട്ടുള്ള റീസൺ ഇപ്പുറത്തുണ്ട്. കറക്റ്റ് 24,411 പറഞ്ഞാൽ നമ്മളുടെ ടാർഗറ്റാണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്.
അപ്പോൾ അവിടെ നിന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ മാർക്കറ്റ് എവിടെയായിരിക്കും പോണേ? ഈ ഒരു ക്യാൻഡലിൻ്റെ ലോ ഉണ്ട്, ഈ ഒരു ക്യാൻഡലിൻ്റെ ലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 1-2 ആഴ്ച മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, മാർക്കറ്റ് എവിടെ പോയാലും കറങ്ങിത്തിരിഞ്ഞ് ഇന്നൊരു ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുണ്ട് എന്ന് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു ലെവലിലേക്കാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്, ഏകദേശം എത്താറായി നിൽക്കുന്നത്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെച്ചവർ വളരെ കുറവായിരിക്കും. എങ്കിലും ശരിക്കും കറങ്ങിത്തിരിഞ്ഞ് മാർക്കറ്റൊക്കെ എവിടം വരെ വരേണ്ടത് 23,913 ലെവലിലേക്കൊക്കെ വരാനായിട്ട് കിടക്കുന്ന മാർക്കറ്റാണ്. നമുക്ക് നോക്കാം ഏത് രീതിയിലാണ്. അപ്പോൾ ഓൾമോസ്റ്റ് 253 നമ്മൾ പറഞ്ഞ ലെവല് ഇവിടെ നിന്നും ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോന്നു കഴിഞ്ഞാൽ മേ ബി മാർക്കറ്റ് വരാനുള്ള ഏരിയ 23,464 ആ ഭാഗത്ത് വരെ ഹിഡൻ ആയിട്ട് മാർക്കറ്റ് വരണം. അപ്പോൾ ഇപ്പോൾ എവിടം വരെയായി മാർക്കറ്റ്? 352 ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. അതൊന്ന് ബ്രേക്ക് ചെയ്താൽ സിംഗിൾ ക്യാൻഡിൽ 375 ആയിരിക്കും മാർക്കറ്റ് റീച്ച് ചെയ്യണേ. അപ്പോൾ നമ്മൾ ട്രെയിൽ ചെയ്ത് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മാർക്കറ്റ് 360 ഒരു സ്പേസ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് 357 അതങ്ങ് ബ്രേക്ക് ചെയ്താൽ സിംഗിൾ ക്യാൻഡിലായിരിക്കും 75ലേക്ക് മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി എൻട്രി പ്ലാൻ ചെയ്ത ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 285 ഭാഗത്താണ് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്തത്. ഒരു 375 ഓൾമോസ്റ്റ് 90 പോയിൻറ്റ്സിൻ്റെ അടുത്ത് റൈഡിങ് ആയിട്ടുണ്ട്. എപ്പോഴും നമ്മൾ പറയണ പോലെ 21 പോയിൻ്റ് കയറ്റി വെച്ച് പോകും, മെജോറിറ്റി പോർഷൻ കൊടുത്തിട്ട് ബാക്കിയുള്ളത് 21 പോയിൻ്റ് ലോക്ക് ചെയ്തിട്ട് കയ്യും കെട്ടിയിരിക്കുക. പോയി നിൽക്കുന്നത് 360.15 അപ്പോൾ തന്നെ അവിടെ 370 എന്നുള്ളൊരു സ്പേസ് ഇട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വോളിയം വളരെ കൂടുതലായിരിക്കും, വാക്വം സ്പേസ് ആണ്. അങ്ങ് സ്മൂത്തായിട്ട് പോയി കഴിഞ്ഞാൽ മറ്റേ വഴുതി വീഴുന്ന പോലെ അങ്ങ് പൊക്കോളും. ഇന്ന് വലിയ പരിപാടികളൊന്നുമല്ല, നമ്മൾ ഓൾറെഡി സ്റ്റഡി റൂമിൽ പഠിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഇന്ന് ഞാൻ അപ്ലൈ ചെയ്തത്. എന്താണ് ഗ്യാപ്പ് അപ്പ്, എന്താണ് ഗ്യാപ്പ് ഡൗൺ. ചില ഗ്യാപ്പ് അപ്പുകൾ മാർക്കറ്റ് മെജോറിറ്റി ആളുകളും വിചാരിക്കുന്ന ഗ്യാപ്പ് ഫില്ല് ചെയ്യും. ഞാൻ ഒരുപാട് പേരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളുകളോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഗ്യാപ്പ് അപ്പ്. മാർക്കറ്റ് ഇന്ന് 100 ക്ലോസ് ചെയ്തു, നാളെ 150 ഓപ്പൺ ചെയ്തതാണ് ഗ്യാപ്പ് അപ്പ്. അപ്പോൾ ചില ഗ്യാപ്പ് അപ്പ് ഉണ്ടായതിന് ശേഷം മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വരും. പക്ഷേ ചില ഗ്യാപ്പ് അപ്പ് മാർക്കറ്റ് ഫില്ല് ചെയ്യാതെ തന്നെ കണ്ടിന്യൂഷൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് എപ്പോൾ എവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, അതിൻ്റെ വിക്ക് എവിടെ ടച്ച് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ചെറിയൊരു സ്ട്രഗിളിന് ശേഷം മാർക്കറ്റ് ഏത് ദിശയിലേക്കാണ് പോയത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യണം. ഇപ്പോൾ 360 കഴിഞ്ഞു, 370 കഴിഞ്ഞു, ഇപ്പം 380 മാർക്കറ്റിൽ സ്പേസ് ഇട്ട് വെച്ചിരിക്കണേ. നമ്മൾ 375 ഓൾമോസ്റ്റ് പറഞ്ഞത്, കൺസോളിഡേഷൻ പറഞ്ഞത്. മാർക്കറ്റ് 365 വരെ പോയിട്ടുള്ളൂ. അപ്പോൾ 375-80 സ്പേസ് മാർക്കറ്റ് ഇട്ടിട്ടുണ്ട്. ഈ RSI ക്രോസ് ഓവർ ആവാതെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് സിയിലേക്ക് അങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്ത് നടക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ വെയിറ്റ് ചെയ്യണത്. 380 ടച്ച് ചെയ്യുകയാണെങ്കിൽ 95 പോയിൻ്റ് ആവും. അപ്പം അതിൽ ചെയ്യാനുള്ള പരിപാടി ഈ ഫുൾ നമ്മുടെ ലോഡ്സും ഇതിൻ്റെ ഒപ്പുറം കൊണ്ടുപോയി വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടാവും, ഇനി പോകുമോ, ഇനി താഴുമോ, ഇനി പോകുമോ, ഇതിൽ താഴുമോ. അതിലേറ്റവും നല്ലൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു 10 ലോട്ട് എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ ആദ്യത്തെ നമ്മുടെ ടാർഗറ്റ് എത്തിയപ്പോൾ അവിടെ ഒരു 3 ലോട്ട് കൊടുക്കുക, അടുത്ത ടാർഗറ്റ് എടുക്കുമ്പോൾ ഒരു 6 ലോട്ട് കൊടുക്കുക, ബാക്കിയുള്ളത് ആദ്യത്തെ ടാർഗറ്റ് പ്രൈസിൻ്റെ താഴെ എവിടെയെങ്കിലും ലോക്ക് ചെയ്തിട്ട് കയ്യും കെട്ടിയിരിക്കുക. അപ്പോൾ പിന്നെ ടെൻഷനില്ല. നമ്മുടെ കയ്യിലുള്ള കംപ്ലീറ്റ് ലോട്ടും കൂടെ കൊണ്ടുപോയി മാക്സിമം ഹൈ എടുക്കണം എന്നുള്ളൊരു ചിന്ത വരുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ 50,000 കാണുമ്പോൾ തോന്നും അയ്യോ ഇവിടെ ഇറങ്ങണോ. അപ്പോൾ പിന്നെ അത് 25,000 ഇട്ട് വരുമ്പോൾ അയ്യോ 50,000 കൊടുത്താൽ മതിയായിരുന്നു. അല്ലെങ്കിൽ അത് തിരിച്ച് സീറോയിലേക്ക് വരുമ്പോൾ എൻ്റെ പൊന്നോ വേണ്ടായിരുന്നു, എനിക്ക് ആകെ 5,000 മതിയായിരുന്നു, എനിക്ക് ഇത്ര ഒന്നും വേണ്ടായിരുന്നു എന്നുള്ള തോന്നൽ വരും. ആ ഒരു ടെൻഡൻസി മാറ്റാനായിട്ടാണ് നമ്മൾ മിനിമം 2 ലോട്ടെങ്കിലും വെച്ച് മിനിമം എടുക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 21 പോയിന്റിൽ 1 ലോട്ട് കൊടുത്തേക്കുക.
ബാക്കിയുള്ളത് 21 പോയിന്റ്സിൽ ഹോൾഡ് ചെയ്ത് അല്ലെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റിൽ ഒരു പോയിന്റിലോ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലോട്ടിൽ 21 പോയിന്റ് മതി. ബാക്കി കിട്ടുന്നത് ബോണസായിട്ട് കണക്കാക്കിയ ഈ ഫ്ലക്ച്വേഷൻസ് ഒന്നും നമ്മുടെ മനസ്സിനെ ബാധിക്കില്ല. അത് നമുക്ക് പിന്നെ ഓൾറെഡി നമുക്ക് കിട്ടാനുള്ളതിൻ്റെ ഇരട്ടി നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ബാക്കിയുള്ളത് ദൈവാനുഗ്രഹത്താൽ കിട്ടാൻ വിധിയുണ്ടെങ്കിൽ കിട്ടട്ടെ, നമുക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ കിട്ടട്ടെ എന്നും പറഞ്ഞുകൊണ്ട് RSIയുടെ ക്രോസ് ഓവർ വരെയോ മാർക്കറ്റ് ഹോൾഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത് 380 സ്പേസ് ഇട്ട് മാർക്കറ്റ് വെച്ചിരിക്കണേ. നമ്മൾ 275 ആണ് കൺസോളിഡേഷൻ സോണായിട്ടും കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 1/3 ആയിട്ടാണ് ഞാൻ കയറാൻ പോസിബിലിറ്റി നമ്മൾ പറഞ്ഞത്. 380 ഓൾറെഡി സ്പേസ് ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ചെറിയ ചെറിയ ഗ്യാപ്പുകളുണ്ട് മാർക്കറ്റിൽ. ശരിക്കും പറഞ്ഞാൽ ഇത് ഇത്ര ഒന്നും ശരിക്കും വരേണ്ട സാധനമല്ല. ശരിക്കും ഒരു ഗ്യാപ്പ് കംപ്ലീറ്റ് ഫില്ല് ചെയ്യാനായിട്ടുള്ളൊരു മൂവ്മെൻറ്റിലാണെന്നുണ്ടെങ്കിൽ 740 വരെ സ്പേസ് ഇട്ട് കിടപ്പുണ്ട്. അത്രയും വരെയൊന്നും ഒരാൾക്കും ഹോൾഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇവിടെ സ്പേസ് മാർക്കറ്റിൽ ഈ ഒരു സാധനം മുട്ടാനായിട്ടുള്ള സ്പേസ് 770 ഞാൻ പറഞ്ഞാൽ ഒരു മനുഷ്യരും വിശ്വസിക്കുകയില്ല. ചിലപ്പോൾ അവിടം വരെയൊക്കെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. എല്ലാവരും 24,700 ഈ ഒരു സ്ട്രൈക്കും സെലക്ട് ചെയ്ത് വെക്കുക, അതേപോലെ 770 എന്നുള്ളൊരു ലൈനും മനസ്സിൽ വെച്ച് വെക്കുക. ഈ ഓപ്ഷൻ ട്രേഡിംഗ് ആയതുകൊണ്ട് വീക്കിലി എക്സ്പയറി ആയതുകൊണ്ട് ചിലപ്പോൾ 770 എത്തുന്നത് ഈ ഒരു സ്ട്രൈക്ക് ആയിരിക്കില്ല. ചിലപ്പോൾ 740 770 എത്തിയിരിക്കുന്നത് ചിലപ്പോൾ ഒരു 3 എക്സ്പയറി കഴിഞ്ഞിട്ടുള്ളതായിരിക്കും ആ ഒരു ലെവലിലേക്ക് എത്തുന്നത്. കാരണം ഈ വ്യാഴാഴ്ച കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സ്പയറി തീർന്നു. അപ്പോൾ ഇത് 770 എത്തുമെന്നും പറഞ്ഞിട്ട് ഹോൾഡ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ പിയിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ഒരു ഡിസൈൻ നോക്കിക്കേ, ഒരു റെഡ് ക്യാൻഡിൽ ഡോജി ക്യാൻഡിൽ, റെഡ് ക്യാൻഡിൽ ഡോജി. അപ്പോൾ ഇനിയിപ്പോൾ നിലവിലുള്ളത് ആ ട്രെൻഡ് കണ്ടിന്യൂഷൻ വീണ്ടും ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അടുത്തൊരു ബിഗ് ഫാളും കൂടെ മാർക്കറ്റിൽ വരും. അതായത് ഡിസൈൻ റെഡ് ക്യാൻഡിൽ ഡോജി ക്യാൻഡിൽ, റെഡ് ക്യാൻഡിൽ ഡോജി ക്യാൻഡിൽ, ഇതൊന്നെങ്കിൽ ലെങ്തി ആയിട്ടുള്ള ക്യാൻഡിൽ വരണം. അപ്പോൾ ആ ക്യാൻഡിലിൻ്റെ ടിപ്പ് 380 സ്പേസ് ഇട്ടേക്കുന്നത് കാരണം ഡോജി ക്യാൻഡിലോ അങ്ങനെയുള്ള ഒരു ക്യാൻഡിൽ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആയിരിക്കും വരുന്നത്. നേരെ ഇത് വന്ന് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നടത്തിയിട്ട് തിരിച്ച് മുകളിലോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ 180 ഒരു ഫൈനൽ ഡെസ്റ്റിനേഷനായിട്ട് മനസ്സിൽ കാണുന്നതിൽ തെറ്റൊന്നുമില്ല. ഇതൊരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് ഡോജി ക്യാൻഡിൽ. ആ ഡോജി ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഭാഗത്തേക്കും മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ എന്ന് വെച്ച് 380 വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ടെക്നിക്കലി ലോജിക്കലി കൊളോക്കലി നമ്മൾ ചിന്തിക്കുമ്പോൾ 380 ഒരു സ്പേസ് ഇട്ട് വെച്ചേക്കുന്നത് കാരണം സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ 380 അവിടെ ഗ്യാപ്പ് ഇല്ലായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ ഞാനൊരു സിയിൽ അപ്ലൈ നടത്തിയേനെ. അപ്പം ഞാനത് 2 മിനിറ്റിലേക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി അതിൽ കിട്ടും. 2 മിനിറ്റിൽ RSI ക്രോസ് ഓവർ ആയിട്ടുണ്ട്. പക്ഷേ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ സിയിലേക്കൊരു മൂവ്മെൻറ്റ് തുടങ്ങാനായിട്ട് വലിയ സമയമില്ല. പക്ഷേ മേ ബി കണ്ടോ ഇവിടെ 380 എന്നുള്ളത് 365 റിജക്ഷൻ ആയിട്ടുണ്ട്. 370 മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടില്ല. 2 മിനിറ്റിലെ ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിനുള്ള ചാൻസ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ വെറുതെ ഒരു രസത്തിന് ഒരു ബൈ അവിടെ എടുത്തിട്ടിട്ടുണ്ട്. ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരുമെന്നറിയാം, എങ്കിലും അതതിൻ്റെ വഴിക്ക് അവിടെ നിൽക്കട്ടെ. അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയട്ടെ, വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ എനിവേ നമുക്ക് വീഡിയോ കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ നമ്മുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ നമ്മുടെ ചാർട്ട് പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക്
നമ്മുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ചാർട്ട് പഠിക്കാം, നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.